കോടമഞ്ഞിന്റെ തണുപ്പറിഞ്ഞ് സൂര്യോദയം കാണാം. അങ്ങ് കോട്ടയം ഇലവീഴ പൂഞ്ചിറയിൽ പോയാൽ മതി. നാടും നഗരവും ഡാമും കണ്ട് നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക്. നല്ല കിടിലൻ റോഡുണ്ട് യാത്രയ്ക്ക്. പക്ഷേ ശുചിമുറിയും താമസ സൗകര്യം ഇല്ലാത്തതാണ് ഇലവീഴ പൂഞ്ചിറയിലെ ഒരു പ്രശ്നം. വൈദ്യുതി എത്താത്തതാണ് ഇല്ലിക്കൽ കല്ലിലെ പ്രശ്നം. സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് MLA പറയുന്നത്. പ്രവീണയും സ്ഥലം MLA മാണി സി കാപ്പനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇലവീഴ പൂഞ്ചിറ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അടിപൊളിയാട്ടോ, കിടിലം വൈബാ. ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി നല്ല തണുത്ത കാറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് മുകളിലേക്ക്, അതായത് കയറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി മുകളിലാണ്. അപ്പോൾ റോഡൊക്കെ നല്ല കിടുവായിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്കുള്ളത് 4 വീലർ ജീപ്പ് മാത്രമേ പറ്റുള്ളൂ. വൈബ് ആസ്വദിക്കാൻ നമുക്ക് അങ്ങനോട്ട് കയറണമല്ലോ. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ്. MLA ഫണ്ടിൽ നിന്ന് ചെയ്യാമെന്ന് ഞാൻ റവന്യൂ മിനിസ്റ്ററോട് പറഞ്ഞതാണ്. പക്ഷെ എന്തുകൊണ്ടോ പാലാ നിയോജകമണ്ഡലത്തിലൊരു അവഗണന മൊത്തത്തിലുണ്ട്. അതായത് ഇവിടേക്കൊരു റെസ്റ്റ് ഹൗസും ഈ റോഡും ഒക്കെ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ടോയ്ലറ്റ്സ് ഉൾപ്പെടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് 6 ടോയ്ലറ്റ്സ് ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പം ടൂറിസ്റ്റുകൾ വരുന്നവർ സ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ അവരവരുടെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വൈബ് ആസ്വദിച്ചു വരാം. കാറ്റടിച്ച് ഒരു കുഞ്ഞില പോലും ആ ചിറയിൽ, ആ കുളത്തിൽ വീഴില്ല. അത്ര മനോഹരമായിട്ട് കിടക്കുന്ന ചിറയാണ്. അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേര് വന്നത്. അവിടുന്ന് നേരെ നമുക്ക് മുകളിലേക്കുള്ള കാഴ്ചയിൽ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റും. നല്ല കാറ്റ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. മലങ്കര ഡാം കാണാം, തൊടുപുഴ ടൗൺ കാണാം. അങ്ങനെ വിശാലമായ കാഴ്ച. പിന്നെ നെടുമ്പാശ്ശേരി റൺവേ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങൾ 1 മാസം മുമ്പ് ന്യൂസിലൻഡിന് പോയിരുന്നു. ന്യൂസിലൻഡും ഈ സ്ഥലവും തമ്മിലുള്ള ഏക വ്യത്യാസം കാലാവസ്ഥയും കുറേ മഞ്ഞ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അതിന് വെട്ടുന്ന തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. വളരെ മനോഹരം. വഴിയിലേക്കുള്ള യാത്ര അടിപൊളി. ഈ ഒരു തവണ ഒരു ട്രിപ്പിന് എത്ര രൂപയാണ് നിങ്ങൾ ഇടാം? ഇവിടുന്ന് ഒരു 500 രൂപയല്ലോ. അതായത് എത്ര പേര് വന്നാലാണോ? ഒരാൾക്കാണോ? ഒരാൾക്കല്ല, ഒരു വണ്ടിക്ക് 7 പേര് 8 പേരൊക്കെ കയറും. ഇല്ലിക്കൽ കല്ല് കാണേണ്ട കാഴ്ച. കുന്നുകൾ ചേർന്ന് ഉണ്ടായതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരെ. ഇവിടെ നിന്നാലും ഏതാണ്ട് എല്ലാ പ്രദേശവും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും യോജിപ്പിച്ചുള്ളൊരു ടൂറിസം, അത് എല്ലാ തരത്തിലും, അതായത് ഹോം സ്റ്റേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി വന്നാൽ മാത്രമാണ് ടൂറിസം രംഗത്ത് കൂടി അത്തരത്തിൽ മുന്നേറാൻ കഴിയുക. ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഇത് പ്രത്യക്ഷപ്പെട്ട ശേഷം നിങ്ങൾ വീണ്ടും വരണം. നിങ്ങളുടെ ചാനലുകൾ ഇത് കാണിക്കുമ്പം ഇതിനൊരു ഗുണം, ഇവിടെയുള്ള പോരായ്മകളെ പറ്റി ഗവൺമെൻറ് തിരിച്ചറിയാൻ പറ്റും. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അതുപോലെ അങ്ങോട്ടത്തെ ആ റോഡിൻ്റെ പ്രശ്നവും ഇലവീഴ പൂഞ്ചിറയിൽ. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായും ചാനലുകളുടെ ഇത്തരം പ്രവർത്തനം സഹായകരമാകും. അപ്പോൾ കോട്ടയത്ത് വന്നാൽ ഈ 2 സ്ഥലങ്ങളും മിസ്സാകാതെ നോക്കണം. അപ്പോൾ എങ്ങനെ? രഞ്ജിത്തിനും മനുവിനും പ്രവീണയ്ക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ വന്നതിനും ഇത് കണ്ടതിനും ഇത് ഷൂട്ട് ചെയ്തതിനും ഇത് ജനങ്ങളുടെ മുമ്പിലേക്കും ഭരണാധികാരികളുടെ മുമ്പിലേക്കും എത്തിക്കാൻ കഴിയുന്നതിലും അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊപ്പം കൂടിയ MLA മാണി സി കാപ്പനും എൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനും ഒപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.